ഇപ്പോൾ 75, 76 ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് മേടിച്ചത്. അപ്പോൾ അതാ നോക്കി, ഇതിനി ഇപ്പോൾ വെച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇനി ഇത് കുറച്ച് നേരം അടുപ്പേ കിടന്നാലാണ് നല്ല റോസ്റ്റായിട്ട് കിട്ടുക. കപ്പയും പോർക്ക് പെരട്ടും. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ ഇതിൽ കൂടെ ലോട്ടറി വെക്കാൻ വന്നതാണ് ഈ അച്ഛൻ. രവീന്ദ്രൻ എന്നാണ് പേര്. അപ്പോൾ എനിക്ക് പൊതുവേ എന്താണെന്ന് പറഞ്ഞാൽ ലോട്ടറി എടുക്കുന്ന ഒരു ശീലം ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലോട്ടറി വേണ്ട, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുത്തു. അപ്പം മതി, ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ എന്ന് പറഞ്ഞു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ അടുപ്പിച്ച് പൂക്കുന്ന ഒരു സംഗതിയാണ് അതല്ല. തോടിൻ്റെ കരയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. കൃഷ്ണകിരീടം എന്നാണ് നമ്മൾ പറയുക. നിങ്ങൾ പറയുന്ന പേര് പറഞ്ഞ കാര്യം. പൂ പറിക്കാൻ വന്നതല്ല, നല്ല ഭക്ഷണം കഴിക്കാൻ വന്നതാണ് കേട്ടോ. നമ്മളൊരു 2.5 വർഷം മുമ്പ് വീഡിയോ ചെയ്തതാണ്. ഇവിടുത്തെ റോഡ് സൈഡിൽ ഒരു കുഞ്ഞു പെട്ടിക്കടക്കകത്ത് ഇറച്ചിയും കപ്പയും പിന്നെ പൊറോട്ടയൊക്കെ ആയിരുന്നു അന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ കുറച്ചും കൂടി വിഭവങ്ങളുണ്ട്. ഒപ്പം രാവിലെ മുതൽ രാത്രി വരെ കടയാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് പറയണം എന്ന് വിചാരിച്ച് വന്നതാണ്. പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇവിടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് അങ്ങനെ ഒരുപാട് പന്നിയിറച്ചി ഒന്നും കിട്ടുന്ന സ്ഥലങ്ങളില്ല കേട്ടോ. പക്ഷേ ഇവിടെ നല്ല പന്നിയിറച്ചി, അത് നല്ല വരട്ടി നല്ല അടിപൊളിയായിട്ട് വെക്കണ പന്നിയിറച്ചി കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ അപ്പച്ചനായാലും ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള അവശതകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മറികടന്നിട്ട് ഇങ്ങനൊരു കട നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവരോടൊക്കെ ഒരു ബഹുമാനമാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങ് വണ്ടിയൊക്കെ വലിച്ചുകൊണ്ട് ഇങ്ങ് വരണം, റോട്ടിലോട്ട് കൊണ്ടുവരണം. എന്നാലും എത്രയും സന്തോഷത്തോടു കൂടി അവരൊക്കെ ജോലി ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, അതുകൊണ്ട് ഞാൻ എപ്പോഴും കാണുന്നതാണ്. ഈ വഴി കൂടെ പോകുന്ന വഴിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അത്രയും എനിക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കിത് പറഞ്ഞു തരാനും പറ്റും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വലിയ പീസാണേ, കണ്ട, കുഞ്ഞു പീസൊന്നല്ല. അതാ കണ്ട, ഇതാ നേരത്തെ നമ്മൾ ഫ്രൈ അല്ലേ കാണിച്ചേ, ഇത് നല്ല പെരട്ട്. ഇതാ ഇടിയപ്പം, പുട്ട്, ഗോതമ്പ് പുട്ട്, ഇഡലി, ഇത്രയാണ് ഉള്ളത്. നമ്മളിപ്പോ കട വൈകുന്നേരം വരെ ആക്കി അല്ലേ? ഇപ്പൊ എത്ര മണി വരെ ഉണ്ട്? ഇപ്പോൾ 8:30 വരെ. 8:30, 9 മണിക്ക് ആവും. രാവിലെ 8:30 ഒക്കെ ആവുമ്പോഴേക്കും 8:30 ആകുമ്പോൾ തുടങ്ങും. അതുപോലെ നമ്മൾ കുറച്ച് വിഭവങ്ങളും കൂടെ കൂട്ടി. എന്നൊക്കെയാ വേറെ കൊടുക്കണേ? അന്ന് കപ്പയും ഇടിയപ്പവും പൊറോട്ടയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ പുട്ട്, ഇഡലി ഇതൊക്കെ കൂട്ടി. സുനിത ചേച്ചിയാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാം. ഒറ്റയ്ക്കാണ്, പുള്ളി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പിന്നെ സഹായിയായിട്ട് അവളെ ഭർത്താവ്, രണ്ടുപേരുമായിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാൽ പിന്നെ നമ്മളെ പണി, ഇന്ന് നമ്മളെ പണിയാണ്. 3 ആളുടെയും കൂടെ ഒരു അധ്വാനമാണ് കട. ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ, ഒരു ലോൺ എനിക്ക് ഒരു പയ്യനെന്നെ 7 ലക്ഷം രൂപ പറ്റിച്ചു. അത് ജാമ്യം നിന്നതില്ല, കയ്യിലന്ന് വാങ്ങിച്ചത്. സഹായിച്ചു. അങ്ങനെയാണ് ഇത് കട തുടങ്ങാനും ആ ലോൺ തീർക്കാൻ വേണ്ടി. ഇല്ല, തീർന്നില്ല. ഇനി ഒരു 2 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള കടങ്ങൾ അത്രയും കൂടെ തീരുമ്പോൾ തീർന്നു. അതുവരെ പണിയെടുക്കണം, ആയുസ് കയറണം ഈശ്വരൻ. ഇവിടെ കൂടുതൽ പേര് അന്വേഷിച്ച് വരുന്നത് ഇവിടുത്തെ പോർക്ക് കഴിക്കാനാണ്. ഒരു പ്ലേറ്റ് 150 തന്നെയാണ് ഇപ്പോൾ കൊടുക്കണത്. അതിന് കൊടുക്കാൻ പറ്റൂലെന്നാണ് ഇപ്പോഴത്തെ വില വർധനവ്. എല്ലാത്തിൻ്റെയും സാധനത്തിന് വില കൂട്ടി വരികയാണ്. എന്നിട്ട് 150 കൊടുക്കാൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാനും അങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ കറിയായിട്ടൊന്നും അല്ലല്ലോ, നല്ല വരട്ടി എടുത്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനും കൂടി കുറച്ചുകൂടെയൊക്കെ വില കൂട്ടാം. അധ്വാനിക്കുന്നതല്ലേ. ബീഫ് പെരട്ട് 140, പിന്നെ കറി 120. ചിക്കൻ കറി ഉള്ള ദിവസങ്ങളും ഉണ്ട്. ചിക്കൻ കറി ഉള്ള ദിവസവും ഉണ്ട്. ഇച്ചിരി ഇടിയപ്പം അങ്ങനെ മുറിച്ചട്ടെ. ഇതാ ഈ ഇറച്ചിയുടെ ഗ്രേവിയും ആ നെയ്യ് കഷ്ണമൊക്കെ കൂടി ചേർത്ത് കുഴച്ച് അങ്ങോട്ട് കഴിക്കണം. ഞങ്ങളെ നാട്ടിലെ അങ്കമാലി മലയാറ്റൂർക്കൊക്കെ പോർക്കിറച്ചിയൊക്കെ യഥേഷ്ടം എല്ലായിടത്തും കിട്ടുന്ന ഒരു സംഗതിയാണ് കേട്ടോ. പക്ഷെ തിരുവനന്തപുരത്തും അതിപ്പോൾ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എവിടെയാണ് കിട്ടുക. അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെ കുറേ വർഷങ്ങളോളം അറിയില്ല. പിന്നെ ഞങ്ങൾ കേശവാസ്വരത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ആണ് നാലാഞ്ചിറ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ പോർക്കായാലും ബീഫായാലും നല്ല പോത്തിറച്ചി ആയാലും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. കുറേ ഇങ്ങനെ വെട്ടുന്ന വീടുകളിൽ വളർത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്നാണ് ഇവിടെ മേടിക്കണേ. ഇതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ട്
ഒരു കടയിൽ ഇതുപോലെ പന്നിയിറച്ചി മേടിക്കാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, മുട്ടടയിലൊക്കെ ഞങ്ങളെ ഇറച്ചി കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവർക്ക് അവരുടെ കടയിൽ നിന്നാണ് ഇറച്ചി കൊടുക്കണേന്ന്. അവർ സ്വന്തമായിട്ട് ഫാമൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ദേ ഇതുപോലെ നല്ല കിടിലൻ പോർക്ക്. ഇതിന് ചിലപ്പോൾ നോക്കിയേ കണ്ട, ഇപ്പോൾ ഇച്ചിരി ഒരു റോസ്റ്റ് മാതിരിയല്ലേ ഇരിക്കുക. നിങ്ങളൊരു ഉച്ചയ്ക്ക്, അതായത് ഒരു 1 മണിക്ക് ശേഷമൊക്കെ വരികയാണെങ്കിൽ ഇതിങ്ങനെ നല്ല കറുത്ത കളറിലിരിക്കും. അതാണ് സൂപ്പർ ടേസ്റ്റ്. ഞാൻ ആ സമയത്താണ് വന്ന് കഴിക്കാറ്. പിന്നെ കഴിച്ചു നോക്കാം കേട്ടോ. കഴിച്ച് നോക്കാനൊന്നുമില്ല, എനിക്കിവിടെ മാസത്തിലൊരിക്കലെങ്കിലും ഞാനിവിടെ വന്ന് കഴിക്കുന്ന ആളാണ്. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുനിതേച്ചിയാണെങ്കിൽ അസൽ കുക്കാണ്. പക്ഷെ ഇന്നിപ്പോൾ വന്നില്ല. വരുവാണെങ്കിൽ സുനിതേച്ചിനെ കൂടി കാണിച്ചു തരാം. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ ഇതിൽ കൂടെ ലോട്ടറി വെക്കാൻ വന്നതാണ് ഈ അച്ഛൻ. രവീന്ദ്രൻ എന്നാണ് പേര്. അപ്പോൾ എനിക്ക് പൊതുവേ എന്താണെന്ന് പറഞ്ഞാൽ ലോട്ടറി എടുക്കുന്ന ഒരു ശീലം ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലോട്ടറി വേണ്ട, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുത്തു. അപ്പം മതി, ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എന്നാ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ആള് ഇപ്പോൾ ഇത്രയും പ്രായമുണ്ട്. ആ പേരൂർക്കടയിൽ നിന്ന് അങ്ങ് ഇവിടെ ആയുർവേദ കോളേജിൻ്റെ അവിടം വരെയൊക്കെ നടന്നു പോയിട്ട് ലോട്ടറി വിൽക്കും. നിങ്ങൾ വഴിയിൽ നിന്നൊക്കെ ആളെ കാണുവാണെങ്കിൽ ഒരു ലോട്ടറി മേടിച്ച് സഹായിക്കണം കേട്ടോ. കാരണം ഈ പ്രായത്തിലും ഈ അയ്യകളും അപ്പൻഡീസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇത്രയും ദൂരം നടന്നു പോയി ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു സഹായം. അപ്പോൾ ആളെ കണ്ട ഒരു ലോട്ടറി മേടിച്ച് സഹായിച്ചേക്കണം കേട്ടോ. മതിയായിരുന്നാ കൂടിപ്പോയാ? ആ സാരമില്ല, ഇനി ഇത്രയും ദൂരം നടക്കണ്ടേ? എത്ര കിലോമീറ്റർ നടക്കും പറയാൻ പറ്റൂല. ഇത് തീർന്നാലേ വീട്ടിൽ പോകും. വേറെ ഉണ്ടോ? ഇതൊക്കെ തീർന്നാലേ വീട്ടിൽ പോകും. ഇനി ഉച്ചക്ക് എന്ത് കഴിക്കും? കഴിക്കൂല. ഞാൻ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഈ അച്ഛനെ വഴി കണ്ട ലോട്ടറി മേടിക്കണേന്ന്. അപ്പൊ ആളുകൾ മേടിക്കും കേട്ടാ. ശരി, എന്നാ കടുക് താളിച്ച കപ്പയാണ് കേട്ടോ. കപ്പ ഉണ്ടായിരുന്നേ, കണ്ടില്ല. ഞാൻ വിചാരിച്ച് കപ്പ റെഡി ആയില്ല എന്നും പറഞ്ഞാണ് ഇടിയപ്പം ആദ്യം തന്നെ തിന്ന്. ഇനിയിപ്പോൾ കപ്പ കഴിക്കാനുള്ള വയറ്റിൽ സ്ഥലമില്ല. എന്നാലും ഒന്ന് കാണിച്ചു തരണ്ടേ? കണ്ട, ഞാൻ പറഞ്ഞില്ലേ വലിയ പീസാണെന്ന്. എന്നാൽ വലിയ പീസായതുകൊണ്ട് എന്തെങ്കിലും വേവ് കുറവോ മസാല പിടിക്കായികയോ ഒന്നുമില്ല കേട്ടോ. ഒക്കെ അതേ സൂപ്പറാണ്. കണ്ടാ, അതാണ് ഇവിടുത്തെ കറിയുടെ ഒരു പ്രത്യേകത. കപ്പയുള്ളത് നേരത്തെ അറിയാത്തതുകൊണ്ട് എനിക്കൊരു വിഷമം. ഇടിയപ്പം കഴിച്ച് വയറ് നിറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ. ഇനി എപ്പോൾ തന്നാലും ഞാൻ കപ്പ കഴിക്കും. ഇവിടുത്തെ ചേട്ടനെ, ഇവിടുത്തെ മോൻ വിബൽരാജ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടൻ ഈ ട്രംപറ്റ് പഠിപ്പിക്കുന്ന ആളാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാതെ വീട്ടിലും ആവശ്യമുള്ള ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും, കാരണം ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ചില സാധനങ്ങൾ അന്യം നിന്ന് പോകുക എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെ അധികം കുട്ടികൾ മുന്നോട്ടേക്ക് പഠിക്കാൻ വരാത്തതും പഠിപ്പിക്കാൻ ആളെ കിട്ടാത്തതുമായിട്ടുള്ള ഒരു വാദ്യോപകരണ സാധനമാണിത്. അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ, മക്കളെ പഠിപ്പിക്കാനൊക്കെ വിടണമെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കിയാൽ മതി കേട്ടോ. അവിടെ വീട്ടിൽ ക്ലാസ്സും എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് പരുത്തിപ്പാറയിൽ നിന്ന് നമ്മൾ അമ്പലമുക്ക് പോകുന്ന വഴിയിൽ മുട്ടട കഴിഞ്ഞ് വയലിക്കടയാണ് കേട്ടോ. ഇവിടെ ഒരു 4 കൂടിയ ഒരു സ്ഥലമാണ്. ആ റോഡിൽ തന്നെ തൊട്ട് മുന്നേ റോഡിൻ്റെ ഇടതുവശത്തായിട്ട് ഇങ്ങനെ ഒരു തോടുണ്ട്. തോടിനോട് ചേർന്നാണ് അപ്പച്ചൻ്റെ കടയിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 8:30 ആകുമ്പോൾ വരും, രാത്രി 8:30 ആകുമ്പോഴേക്കും പോകും. പണ്ട് 2 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പം വൈകുന്നേരം വരെ ഉണ്ട്. അതുപോലെ ഞായറാഴ്ച ദിവസം കട ഉണ്ടാവുകയില്ല, അത് ഓർമ്മിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചിടങ്ങളുടെ വിശേഷങ്ങളും രുചിക്കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരാം.